അന്നെല്ലാം മഹാരാജസിൽ പഠിക്കുമ്പോൾ മഹാരാജസിലെ ഫീസ് എത്രയായിരുന്നു എന്നറിയോ? 15 രൂപയായിരുന്നു ഒരു മാസം. ആലോചിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? അപ്പോൾ 15 രൂപയാണ് മാസം ഫീസ്. പിന്നെ ചിലവെല്ലാം കൂടെ മാക്സിമം പോയി കഴിഞ്ഞാൽ എന്ത് വരാനോ 10-50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ 50 രൂപ ഒന്നും വേണ്ട. അപ്പം അത്തരത്തിലൊക്കെയുള്ള ജീവിതത്തിൽ ഒരു പാട്ട് എഴുതിയാൽ 100 രൂപ, 150 രൂപ, 250 രൂപയൊക്കെ കിട്ടുന്ന ഒരു കാലം. അത് നമ്മൾ അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എം ജി റോട്ടിൽ കൂടെ നടക്കുമ്പോൾ അന്ന് ഏണിയുടെ ഓരോ ബിൽഡിങ്ങിൻ്റെ ഏണിയുടെ ചോട്ടിൽ മുഴുവൻ കാസറ്റ് കടകളായിരുന്നു. ഇവരെ സ്പീക്കർ വെളിയിലേക്ക് വെച്ചിട്ടുണ്ടാവും. ഈ സ്പീക്കറിൽ അയ്യപ്പൻ പാട്ടായിട്ടോ ഫെസ്റ്റിവൽ സോങ് ആയിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ, മുസ്ലിം ഇങ്ങനെ എന്തെങ്കിലും ജോണറിലുള്ള സോങ്സ് ആയിരിക്കും പല കമ്പനികളും. ഇതിലൊക്കെ പലയിടത്തും എൻ്റെ പാട്ടുകൾ വരണുണ്ടാവും. എഴുതിയേക്കുന്ന എനിക്കറിയാം. പക്ഷേ അവിടെ മുഴുവൻ ആ കാസറ്റ് കവറിൽ മുഴുവൻ ഈ ഷിബു ചക്രവർത്തി എന്നുള്ള പേരായത് കൊണ്ടിട്ട് ഒരാളും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. എൻ്റെ ആവശ്യം അത് തന്നെയായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ആർക്കും അറിയില്ലായിരുന്നു. പലപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയി ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ പാട്ട് എഴുതിയ പൈസ കൊണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ ആ പൈസ വെച്ചിട്ട് ടെർമിനസ് ബാറിൽ നിന്ന് 2 അടിച്ച് വഴി കൂടി നടക്കുന്ന ഞങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സും ഒരിക്കലും എൻ്റെ പാട്ട് റെക്കഗ്നൈസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഷിബു എന്നുള്ള പേരിൻ്റെ ഒപ്പം ഞാൻ ഈ ചക്രവർത്തി എടുത്ത് വെച്ചതിൻ്റെ പുറകിലുള്ള കാര്യം ഇതായിരുന്നു, എന്നെ തിരിച്ചറിയരുത്. കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വിജയലക്ഷ്മി ഇങ്ങനെയുള്ള നല്ല കവികളായിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ പാട്ടെഴുത്തെന്ന് പറയുന്ന ഒരു തരം താഴ്ന്ന ചീപ്പ് പണിയായിട്ട് ഞാൻ നടക്കുന്നു എന്ന് പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പേര് ഞാൻ ആഗ്രഹിച്ചിരുന്നുമില്ല. എനിക്ക് പണം മാത്രമായിരുന്നു ആവശ്യം. പക്ഷേ കാസറ്റുകളുടെ ഈ ഒരു ഒഴുക്കിൽ, പ്രത്യേകിച്ച് രഞ്ജിനി കാസറ്റ് ഓണം എന്നൊക്കെ പറയുന്ന ആദ്യത്തെ ഫെസ്റ്റിവൽ സോങ്സൊക്കെ ഇറക്കാൻ തുടങ്ങിയോടുകൂടി ഈ ഓണപ്പാട്ടുകൾ പലതും ഹിറ്റായി. രഞ്ജിനിയുടെ ഓണപ്പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മലയാള സിനിമയിലെ പാട്ടുകളെ സ്വാധീനിക്കുന്ന തരത്തിൽ അത് വളർന്നു. ഈവൻ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ടെന്നുള്ളത് പോലും രഞ്ജിനിയുടെ ഓണപ്പാട്ടാണ്. അപ്പോൾ പിന്നെ ബേണി ഇഗ്നീഷ് എന്നൊക്കെ പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് വരുന്ന രഞ്ജിനി കാസറ്റിൽ കൂടെയാണ്. അവർ വേറെ ചില വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേജർ അവരുടെ വർക്കുകൾ മുഴുവൻ നിൽക്കുന്നത് രഞ്ജിനി കാസറ്റിലാണ്. കാസറ്റിലൂടെ പുറത്തു വന്ന ആൾക്കാർ പിന്നീട് മലയാള സിനിമയുടെ പല പല രംഗങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റി. അങ്ങനെ കടന്നു വന്ന ഒരാളാണ് ഞാനും. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ പോളിഡോർ രാജൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവരൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രോഗ്രാം ആൽബം ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ ഡെന്നീസ് ജോസഫിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ഈ രാജൻ്റെ അടുത്ത് അതിന് മ്യൂസിക് ആരായിരിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഡെന്നീസിൻ്റെ സജഷനായിരുന്നു കോട്ടയം ജോയി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. ഡെന്നീസ് ഒന്ന് കോട്ടയം ജോയിയെ ഡെന്നീസിന് നാട്ടുകാരൻ എന്നുള്ള നിലയിൽ നേരത്തെ അറിയാമായിരുന്നു. ഒപ്പം തന്നെ കോട്ടയം ജോയിയുടെ കരിവളയിട്ട കയ്യിൽ കുടമുല്ലപ്പൂക്കളുമായി എന്നൊക്കെ പറഞ്ഞ് ദാസേട്ടൻ പാടിയിരിക്കുന്ന ലളിതഗാനത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് ഉണ്ട്. അത് രാജാക്കന്മാരുടെ രാജാവേ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ചെയ്ത പശ്ചാത്തലമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ടിട്ട് കോട്ടയം ജോയി സജസ്റ്റ് ചെയ്തു. കോട്ടയം ജോയി കമ്പോസിങ്ങിനായിട്ട് എറണാകുളം വരുന്നു. അപ്പോൾ എറണാകുളത്ത് അന്ന് പാട്ടെഴുതി പ്രൂവ് ചെയ്തിരുന്ന, ഓൾറെഡി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയും സുരേഷ് മണിമലയാണ് അതിൻ്റെ അകത്ത് പാട്ടെഴുതാൻ നിശ്ചയിക്കപ്പെട്ട 2 പേര്. അപ്പോൾ ഇവരെ എഴുതി അയച്ചേക്കുന്ന പാട്ടുകൾ കടലാസിൽ ആദ്യം കവിത എഴുതി അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ടുകൾ എഴുതി വന്നേക്കുന്നത് മുഴുവൻ ഓരോരുത്തരെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടിനെ കവിതയുടെ സ്കെയിൽ വെച്ച് അളന്നിട്ട് കാര്യമില്ല.
അപ്പം ഞാൻ വളരെ പുച്ഛത്തോടു കൂടിയാണ് ഇവരുടെ ഈ എഴുത്തിനെ കാണുന്നത്. കാരണം അവർ താളവും റൈമിങ്ങും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കി എഴുതിയിരിക്കണ ഇതിൻ്റെ അകത്ത് കവിത അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിത് വളരെ പുച്ഛത്തോടു കൂടി നോക്കിയപ്പോഴേക്കും എൻ്റെ മുഖത്തെ പുച്ഛം താങ്ങ വയ്യാതെ ഡെന്നീസ് പറഞ്ഞ ഒന്ന് വെറുതെ നോക്കിയിട്ട് വെച്ചാൽ മതി, ഇത്ര വലിയ കാര്യമൊന്നുമില്ല, നമുക്കിതേപോലെ ഒരു സാധനം എഴുതാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ 100 ഇരട്ടി ബെറ്ററായിട്ട് എഴുതാൻ പറ്റും. ഇവരിതിൻ്റെ മുകളിൽ കയറി പിടിച്ചു. ഒരെണ്ണം ഇതേപോലെ തന്നെ ഇത് 100 ഇരട്ടി ബെറ്ററൊന്നും വേണ്ട, ഇതുപോലെ ഒരെണ്ണം. ഇത് എനിക്ക് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിവൃത്തിയില്ലാതെ ഡെന്നീസ് ഇതൊക്കെ പറഞ്ഞതിന് മാക്സിമം എൻ്റെ മാനം കളയാൻ വേണ്ടി ഒരു കടലാസും പെന്നും കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ചു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ആദ്യത്തെ പാട്ട് എഴുതി.